ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പഴം കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനിപ്പോൾ ഒരു കടായി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കടായി നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ അരിയാണ്. ഞാനിപ്പോൾ നന്നായിട്ട് ഇത് അരി കഴുകി എടുത്തിട്ടുണ്ട്. ആ വെള്ളം കംപ്ലീറ്റ് അടിയിൽ പോയിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഏതരി നമ്മൾ എടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഈ അരിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അതായത് അരിയെല്ലാം ഇങ്ങനെ പൊരിയായിട്ട് ഇങ്ങനെ വരും, അതായത് നല്ലതുപോലെ സോഫ്റ്റായിട്ട് ഇങ്ങനെ കളറൊക്കെ മാറി വരും. അതുവരെ നമ്മൾ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. എങ്കിലും ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്, എങ്കിൽ പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മുടെ അരിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും ഇതുപോലെ കടുമുടാന്നിങ്ങനെ സൗണ്ടൊക്കെ കേൾക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. കുറച്ച് സമയം കൊണ്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇത്. ഇതുപോലെ നമ്മുടെ അരിയുടെ കടുമുടാന്നുള്ള സൗണ്ടെല്ലാം മാറിയിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടണം. ഇപ്പോൾ നമ്മുടെ അരിയെല്ലാം നല്ലതുപോലെ ഒന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഒരു അരി പോലും അങ്ങനെ വറുത്തെടുക്കാതെ, അങ്ങനെ റോസ്റ്റ് ആകാതെ ഇരിക്കാൻ വേണ്ടി പാടില്ല. എല്ലാ അരിയും ഇതുപോലെ നന്നായിട്ട് നമ്മളൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് ഫ്രൈ ആയാൽ മാത്രമേ നമുക്കിത് കഴിക്കാൻ പറ്റുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്നാക്സ് തയ്യാറായി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് കടിക്കുമ്പോഴത്തേക്കും ഈ അരിയൊക്കെ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത് വന്നിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നമുക്കിത് 2 രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുപോലെ തയ്യാറാക്കി എടുത്തത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഇതുപോലെ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ അവിലും കൂടിയാണ്. അപ്പോൾ വെള്ള അവിലാണെന്നുണ്ടെങ്കിലും റോസ് അവിലാണെന്നുണ്ടെങ്കിലും ഏതായാലും കുഴപ്പമൊന്നുമില്ല. അവിലും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ചെറുതായിട്ട് ഒന്ന് വറുത്ത് കൊടുക്കണം. അപ്പോൾ അവിലൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് വറന്ന് കിട്ടിക്കോളും. ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഒരു 30 സെക്കൻഡ് നമ്മുടെ അവിലും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത്, ഞാനിപ്പോൾ നന്നായിട്ട് പഴുത്ത 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കുട്ടി കുട്ടി പീസായിട്ട് നരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴത്തിനോടൊപ്പം തന്നെ പിന്നെ നമുക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 75 ഗ്രാം അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ശർക്കര പാനിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി നമുക്കിതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ശർക്കര പാനി നമ്മൾ ചേർക്കുമ്പോഴത്തേക്കും ഒരുപാട് സമയം അത് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സമയമെടുക്കും. അപ്പോൾ അതിൻ്റെ പേരിലാണ് മുഴുവൻ ശർക്കര തന്നെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരം ഞാൻ പറഞ്ഞതുപോലെ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും ചേർക്കാവുന്നേ ഉള്ളൂ. നന്നായിട്ട് ഈ പഴമെല്ലാം ഒന്ന് നമുക്ക് വെന്ത് കിട്ടണം. ഇപ്പോൾ നമ്മുടെ പഴമെല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടിയാണ്. അപ്പോൾ ഏലക്കയുടെ നല്ലൊരു മണവും ഫ്ലേവറും ഒക്കെ ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഏലക്ക പൊടിക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവൻ ഏലക്കായും ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അത് 2-3 ഏലക്ക ചെറുതായിട്ടൊന്ന് തല്ലി വേണം നമ്മൾ ചേർക്കാനായിട്ട്. കൂടെ തന്നെ കയ്യിലുണ്ടെങ്കിൽ ഒരല്പം നട്ട്സും കൂടി നമ്മൾ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ചേർത്തേക്കണം. അതിനി അണ്ടിപ്പരിപ്പായാലും അതുപോലെ തന്നെ കപ്പലണ്ടിയോ ബദാമോ എന്തായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നീട് നമ്മൾ ഒരുപാട് സമയം ഫ്ലെയിം വെക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് മിക്സ് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. കാരണം ശർക്കര പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടി പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇച്ചിരി വലിയ ബ്രെഡിൽ 3 ബ്രെഡാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്നിങ്ങനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിടണം. അതിന് ശേഷം നമുക്ക് നല്ലതുപോലെ മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കാൻ പെട്ടെന്ന് തന്നെ.
ഇതുപോലെ ഞാനിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനോടൊപ്പം നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ 1 സ്പൂൺ നിറയെ അരിപ്പൊടിയും കൂടിയാണ്, പച്ചരിപ്പൊടി. അപ്പോൾ അത് വറുത്ത അരിപ്പൊടിയാണ്, അതുകൂടി ചേർക്കുകയാണ്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വളരെ കുറച്ച് മാത്രം, ഒരല്പം മാത്രം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ചേർക്കാനായിട്ട്. വളരെ കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഒരല്പം മാത്രം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടിപ്പോയാൽ അത് പ്രശ്നമാവും, അതിൻ്റെ പേരിലാണ്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അതായത് അധികം വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇതുപോലെ വേണം എടുക്കാനായിട്ട്. ഒരുപാട് വെള്ളമായി പോകരുത്. അപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ ഫില്ലിങ്ങും അതുപോലെ തന്നെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ബ്രെഡ് മിക്സ് ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഈ ബ്രെഡ് മിക്സിൽ നിന്ന് ഒരു അല്പമായിട്ട് കയ്യിലേക്ക് എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഏത് വലിപ്പത്തിനുള്ള സൈസിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് കുട്ടി കുട്ടി പീസായിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം എടുത്താൽ മതിയാവും. ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫില്ലിങ്, നമുക്ക് ആവശ്യമുള്ള ഫില്ലിങ്ങും കൂടി ഇതിലേക്ക് വെക്കണം. ഫില്ലിങ്ങും വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കവർ ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മുടെ ഐഡിയാസിനനുസരിച്ചിട്ട് കവർ ചെയ്യാം. അപ്പോൾ ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ, ഈ ഒരു ഷേപ്പിലാണ് ഇതിപ്പോൾ റോൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഒന്നെങ്കിൽ ചെറിയ കുട്ടി കുട്ടി ബോൾസ് പോലെ തയ്യാറാക്കി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഓവലിൻ്റെ ഷേപ്പിലോ സ്ക്വയർ ടൈപ്പിലോ എങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ ഈസി ആയിട്ട് ബാക്കിയുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറച്ചുകൂടി ഫില്ലിങ് ബാക്കിയുണ്ട്. ആ ഫില്ലിങ്ങിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ബെഡ് കോട്ടിങ് ഒന്ന് തയ്യാറാക്കിയതിന് ശേഷം ബാക്കി കൂടി ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അത് വെറുതെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. എന്നാൽ ശരി, നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണയെല്ലാം ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ടാവാൻ പാടില്ല. ഈ ഒരു രീതിയിൽ ഒരു പകുതിയിൽ കൂടുതൽ അളവിൽ മാത്രമേ ചൂട് പാടുള്ളൂ. ഫ്ലെയിം നമ്മൾ മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. ഒരുപാട് ഹൈ ഫ്ലെയിം വെക്കേണ്ട, അതുപോലെ തന്നെ ഒരുപാട് ലോ ഫ്ലെയിം വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും ഞാൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പറയുന്നതാണ്, ലാസ്റ്റിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ ഒരല്പം ഫ്ലെയിം കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ബാക്കിയുള്ള ഓയിലൊക്കെ ഒന്ന് പുറത്തേക്ക് പോയിക്കൊള്ളും. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് മിസ് ചെയ്യാതെ തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവും. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് എന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുണ്ടാവുമെന്ന്. പുറം ഭാഗം വളരെ ക്രിസ്പിയും, അതായത് നമ്മളിങ്ങനെ കടിക്കുന്ന മുന്നേ കടിമുന്ന ഇങ്ങനെ ബിസ്ക്കറ്റ് പോലെ ആയിരിക്കും പുറം ഭാഗമൊക്കെ പോകുന്നത്. അതുപോലെ തന്നെ അകം നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഫില്ലിങ് ഉണ്ടാവുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും ട്രൈ ചെയ്ത് നോക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം ഒന്നും ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഉള്ളവരൊക്കെ ഒന്ന് ഫോളോ ചെയ്തേക്കണം. എന്നാൽ ശരി, വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.